ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടയർ കേക്ക്, ഒരു വെഡ്ഡിങ് കേക്കൊക്കെ നമ്മൾ എങ്ങനെ പെർഫെക്റ്റായിട്ട് സ്റ്റാക്ക് ചെയ്യുക, ട്രാവൽ ചെയ്യുമ്പോൾ കേക്ക് ചെരിഞ്ഞ് പോണ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഉണ്ടാവുന്നു, ഇതിൻ്റെയൊക്കെ ഒരു റീസണും കാര്യങ്ങളും പറഞ്ഞിട്ട് സ്റ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒരാളെങ്കിലും ഒരു ഹോം ബേക്കറായിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഹോം ബേക്കേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വലിയ ബേക്കറോ കാര്യങ്ങളോ ഒന്നുമല്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ കേക്ക് സ്റ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന ഫോൾട്ടുകൾ, അതിന് വേണ്ടിയിട്ട് ചെരിഞ്ഞ് പോകാതിരിക്കാനുള്ള ടിപ്സുകൾ, ഇതൊക്കെ ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എനിക്ക് വന്ന ഫാൾട്ടിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള ടിപ്സുകളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്ക് 2 kg വെയിറ്റിൽ വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിൽ വരുന്ന ഒരു എൻഗേജ്മെൻറ്റിനുള്ള കേക്കാണ് ഞാൻ ചെയ്യുന്നത്. ഈ കേക്കിന് കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ട ഒരു കളർ അവർ സജസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വന്ന കേക്ക് ഓർഡർ ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ പാലറ്റ് നൈഫ് ഡിസൈനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേക്ക് ലേറ്റായി വന്നൊരു കേക്കായതുകൊണ്ട് തന്നെ സ്പഞ്ച് റെഡിയാക്കാനേ എനിക്ക് തലേന്ന് രാത്രി കഴിഞ്ഞിട്ടുള്ളൂ. രാവിലെ എഴുന്നേറ്റിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്നത്. കേക്ക് ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റായതിനു ശേഷം ക്രം കോട്ട് ചെയ്ത കേക്ക് ഞാൻ പിന്നെ ഫൈനലൈസിങ് ചെയ്യുന്നത്. ടയർ കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് കേക്ക് നന്നായിട്ട് സെറ്റാവണം. അതിന് വേണ്ടത് തലേന്ന് തന്നെ ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിപ്പിംഗ് ക്രീം എങ്ങനെ പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കാണണേ. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേക്കിന് മെൽറ്റിംഗ് ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്താൽ മാത്രമേ കേക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ ഒരു കേക്കിൽ ഞാൻ പാലറ്റ് നൈഫ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് വരുന്ന കേക്ക് ഓർഡേഴ്സിനൊക്കെ നല്ലത് പാലറ്റ് നൈഫ് ഡിസൈൻ ആകുമ്പോൾ കേക്കിന് ഒരു എലഗൻറ്റ് ലുക്ക് തരും ചെയ്യും, എന്നാൽ പെട്ടെന്ന് വർക്ക് തീർക്കാനും കഴിയും. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിപ്പോൾ ഐസിങ് ചെയ്തെടുത്തത് ടോപ്പ് പോർഷനിലുള്ള കേക്കാണ്. ഇനി ബോട്ടം പോർഷനിലുള്ള കേക്കിനാണ് ഞാനിപ്പോൾ ഫൈനലൈസിങ് ചെയ്യുന്നത്. ബോട്ടം പോർഷനിൽ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ഡ്രോപ്സ് ഗ്രീൻ കളറും 2 ഡ്രോപ്സ് ബ്ലൂ കളറും ചേർത്തിട്ടാണ് എനിക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു പാസ്റ്റൽ ഗ്രീനിൻ്റെ ഒരു ടച്ച് വരുന്ന കളറാണ് ഈ ഒരു കളറ്. അതുപോലെ തന്നെ ടയർ കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, താഴത്തെ കേക്കിനേക്കാൾ ഒരിക്കലും മേലത്തെ കേക്ക് വെയിറ്റ് കൂടാൻ പാടില്ല. അങ്ങനെ കൂടുമ്പോൾ കേക്കിന് ചെരിയാൻ ചാൻസ് കൂടുതലാണ്. മേലത്തെ വെയിറ്റ് കാരണം കേക്ക് ചെരിയാനും താഴ്ന്നു പോകാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ താഴത്തെ കേക്ക് കൂടുതൽ വെറ്റ് ചെയ്യാനും പാടില്ല. വെറ്റിങ്ങിൻ്റെ ഇഷ്യൂസിൻ്റെ പുറത്തും കേക്ക് താഴ്ന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. കേക്കിന് സോഫ്റ്റ് കൂടുമ്പോൾ, വെറ്റ് ചെയ്തിട്ട് സോഫ്റ്റ് കൂടുമ്പോൾ കേക്ക് താഴ്ന്നു പോകാനുള്ള ചാൻസും കൂടുതലാണ്. ടയർ കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും തലേന്ന് തന്നെ ഐസിങ്ങും ഇതിൻ്റെ വർക്കും മൊത്തം തീർത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു പോർഷനിലും ഞാൻ പാലറ്റ് നൈഫ് ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഈ കേക്ക് നമുക്ക് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി എനിക്കതേപോലെ തന്നെ നാളത്തേക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു, റെഡ് വെൽവെറ്റ് 2 kg വരുന്ന ടയർ കേക്ക്. അതിൻ്റെ പ്രിപ്പറേഷനും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. സ്പഞ്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. ഞാൻ വീഡിയോ ഇൻഷാ അല്ലാഹ് ചെയ്തു തരാം.
ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച്. ആ കേക്കിന് ഞാനിവിടെ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് കൊണ്ടാണ് വെറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ടാണ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ക്രീമിന് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഫില്ലിങ്സിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും സ്ട്രോബെറിൻ്റെ ക്രഷുമാണ് ചേർത്ത് വെക്കുന്നത്. ഈ ഫില്ലിങ്സ് ഞാൻ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് യൂസ് ചെയ്തിട്ട് ഫില്ലിങ്സ് കൊടുക്കുന്നുണ്ട്. ഇതേ ഒരു മെത്തേഡ് ഞാൻ സെക്കൻഡ് ലെയറിലും തേർഡ് ലെയറിലും ചെയ്യുന്നുണ്ട്. റെഡ് വെൽവെറ്റ് കേക്കിന് നോർമലി 2 ടൈപ്പ് ഫ്രോസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും ഒന്ന് വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിങ്ങും. കസ്റ്റമറുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഫ്രോസ്റ്റിംഗ് തിരഞ്ഞെടുക്കാം. 2 ടയർ കേക്കിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് കൂടുതൽ ബെറ്റർ. കാരണം ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആകുമ്പോൾ കുറച്ച് മെൽറ്റിംഗ് ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് സജസ്റ്റ് ചെയ്യുന്നത്. 2 ടയർ കേക്ക് വെയിറ്റ് വരുന്ന ഈ ഒരു റെഡ് വെൽവെറ്റ് താഴത്തെ ലെയർ ഞാൻ 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 4 ലെയറും ഇതേ രീതിയിൽ ഫില്ലിങ് കൊടുത്തിട്ട് ഞാൻ ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട്. നാലാമത്തെ ലെയറും വെച്ച് കൊടുത്ത് വെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നൈഫ് എടുത്ത് സൈഡ് പോർഷൻ ബൾജ് ചെയ്ത് നിൽക്കുന്ന സൈഡ് പോർഷനെല്ലാം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേക്കിന് ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഐസിങ് ചെയ്യുന്ന സമയത്ത് കേക്ക് ബൾജ് ചെയ്ത് നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്ക്, ചോക്ലേറ്റ് സ്പഞ്ച്, ഈ ഒരു കേക്കൊക്കെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ക്രം കോട്ട് ചെയ്യാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രംസ് പുറത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഡയറക്റ്റ് ഫ്രോസ്റ്റിങ്ങിന് പോകുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഡയറക്റ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിന് ക്രംസ് എല്ലാം പുറത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഈ ഒരു കേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള റെഡ് വെൽവെറ്റ് ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ വരുമ്പോൾ ഇതിൻ്റെ കളർ പെട്ടെന്ന് പുറത്തേക്ക് കാണിക്കും. പോരാത്തതിന് ഈ ഒരു കേക്കിന് വൈറ്റ് കേക്കാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കേക്കിന് കസ്റ്റമർ ഓൾറെഡി ഡിസൈന് അയച്ചു തന്നിട്ടുള്ളതാണ്. വൈറ്റ് കേക്കാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ക്രീമിൽ റെഡ് ക്രംസ് പുറത്തേക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എടുത്ത് കാണിക്കും. ടോപ്പ് പോർഷനും ഞാനിവിടെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബൾജിങ് ഇഷ്യൂസ് കാണിച്ചപ്പോൾ ആ ഭാഗം ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ ടോപ്പ് പോർഷനിലെ കേക്കും ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ക്രം കോട്ട് ചെയ്ത് ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം ഫൈനൽ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് പുറത്തെടുക്കുക. ഞാനിവിടെ കേക്ക് പുറത്തെടുത്ത് ഫൈനലൈസിങ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ക്രീം ആയതുകൊണ്ട് ഞാനിത് നല്ല രീതിയിലൊന്ന് ഫൈനലൈസിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. താഴത്തെ കേക്ക് ഞാൻ ഒരു 7 ഇഞ്ച് പാനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ടോപ്പ് പോർഷനിലെ കേക്ക് 4 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ താഴത്തെ കേക്കിനേക്കാൾ വെയിറ്റ് കുറവായിരിക്കണം ടോപ്പ് പോർഷനിൽ ചെയ്യുന്ന കേക്കിന്. കാരണം താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ് അതിൻ്റെ സൈസിൻ്റെ ഇഷ്യൂസ്. ഇപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ഞാൻ ചെയ്തപ്പോൾ ടോപ്പ് പോർഷനിൽ 4 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തിട്ടുള്ളത്. ഇൻ കേസ് ഇനി 8 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് പാനിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈസിൻ്റെ കറക്ഷൻ കിട്ടുന്നതാണ്. ഈ ഒരു കേക്കിനും പാലറ്റ് നൈഫ് ഡിസൈൻ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ കസ്റ്റമർ ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു റെഫറൻസ് പിക്ക് നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഈ കേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ആദ്യം ചെയ്ത കേക്ക് നന്നായി സെറ്റായതിന് ശേഷം അത് പുറത്തെടുത്ത് അത് എങ്ങനെ സ്റ്റാക്ക് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ടൈപ്പിൽ വരുന്ന സ്ട്രോ ആണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ വുഡൻ സ്റ്റിക്ക് യൂസ് ചെയ്താലും മതി. ഈ ഒരു ടൈപ്പിലുള്ള സ്ട്രോ ആണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റാബിളായി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പിലുള്ള സ്ട്രോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കേക്കിൻ്റെ അതേ ഹൈറ്റിൽ സ്ട്രോ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം ട്രാവൽ ചെയ്യാത്ത ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിതിന് 2 സ്ട്രോ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ.
കേക്കിൻ്റെ അതേ ലെവലിൽ സ്ട്രോ കട്ട് ചെയ്ത് അത് കേക്കിലേക്ക് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പോർഷനിലുള്ള കേക്ക് മെല്ലെ അതിൽ നിന്ന് വിട്ടെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അധികം ട്രാവലൊന്നും ചെയ്യാനില്ലാത്തൊരു കേക്കാകുമ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ ഞാനിങ്ങനെ വുഡൻ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിലിപ്പോൾ പേപ്പർ സ്ട്രോയും പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോയും അവൈലബിൾ ആണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വുഡൻ സ്ട്രോയും ഈ ഒരു ടൈപ്പ് സ്ട്രോയുമാണ്. വുഡൻ സ്ട്രോ ഇറക്കി കൊടുത്തതിന് ശേഷം ആ ഒരു പോർഷൻ ഞാനൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിന് കുറച്ച് 3 പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് ഞാനിവിടെ ടൂത്ത് പിക്കിൽ കുത്തി കൊടുത്തിട്ട് അത് കേക്കിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ലീഫും വെച്ച് കൊടുത്ത് കേക്കിൻ്റെ ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കേക്കിന് കുറച്ച് ഗോൾഡൻ ലീവ്സും വെച്ച് കൊടുത്ത് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കേക്ക് വളരെ സേഫായി തന്നെ ഞാനിത് ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കേക്കിൻ്റെ സ്റ്റാക്കിങ് നമുക്ക് നോക്കാം. ഈ ഒരു കേക്ക് ഞാൻ തലേന്ന് തന്നെ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് കൊടുക്കാനുള്ള കേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. എപ്പോൾ 2 ടയർ കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വേണം ഇത് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ടയർ കേക്ക് ആകുമ്പോൾ ഡെലിവറി ടൈമിൻ്റെ ഒരു കാൽക്കുലേഷനിൽ കേക്കിൻ്റെ സ്റ്റാക്കിങ്ങും ഡിസൈനിങ് വർക്കും നോക്കിയിട്ട് വേണം കേക്ക് സ്റ്റാക്ക് ചെയ്തെടുക്കാൻ. ഈ ഒരു കേക്കിലും ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ടൈപ്പ് സ്ട്രോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പോരാത്തതിന് ഇതധികം ട്രാവൽ ചെയ്യാനുള്ളൊരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ സെൻറ്റർ പോർഷനിൽ 4 ഇഞ്ചിൻ്റെ ഒരു ബേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബേസിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ടോപ്പ് പോർഷനിൽ വെക്കുന്ന കേക്കും താഴത്തെ കേക്കും ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രോ കുത്തിയിറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ കേക്കിന് ചെറിയ ഇളക്കം തട്ടിയാൽ പോലും കേക്കിന് ചെരിവോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി സ്ട്രോ കുത്തിയിറക്കിയ പോർഷനിൽ ഒന്ന് നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാം. ഒരു ഡെലിവറി ടൈമിൻ്റെ ഒരു ½ അവർ മുന്നെയാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെയ്യാനുള്ളത് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് ഈ കേക്കിന് കൊടുക്കുന്നത്. ഫ്രഷ് റോസും ജിപ്സം ഫ്ലവേഴ്സും വെച്ചിട്ടാണ് കേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഫ്രഷ് ഫ്ലവർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ പോർഷന് സെല്ലോ ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലിങ് റാപ്പ് വെച്ചിട്ടോ ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാ ഫ്ലവേഴ്സും സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോൾഡൻ ബോൾസും കുറച്ച് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും വെച്ച് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഫംഗ്ഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പറും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കിനെ ബാക്കി ജിപ്സം ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ ഇത് ഫോണ്ടൻറ്റിൽ എഡിബിൾ പെന്ന് വെച്ച് ഞാൻ എഴുതിയെടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.